നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന സബ്ജക്റ്റ് സത്യൻ അന്തിക്കാട് മോഹൻലാൽ കോംബോ. മലയാള സിനിമയുടെ പ്രിയ സംവിധായകൻ സത്യൻ അന്തിക്കാടും പ്രിയ നായകൻ മോഹൻലാലും ഒരുമിച്ച സിനിമകളുടെ ലിസ്റ്റും അവലോകനവും ബോക്സ് ഓഫീസ് സ്റ്റാറ്റസുമാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സത്യൻ അന്തിക്കാട് മോഹൻലാൽ ടീം ഇതുവരെ 19 സിനിമകൾ ഒന്നിച്ചിട്ടുണ്ട്. അവ ഏതെല്ലാമാണെന്നുള്ള സ്ലൈഡ് ഷോയിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, ആദ്യമായി 1982 നവംബർ 12 റിലീസായ കുറുക്കൻ്റെ കല്യാണം. സത്യൻ അന്തിക്കാട് എന്ന സംവിധായകൻ്റെ ആദ്യ റിലീസായിരുന്നു കുറുക്കൻ്റെ കല്യാണം. സുകുമാരൻ നായകനായി അഭിനയിച്ച ഈ സിനിമയിൽ നായിക മാധവി. സുകുമാരൻ്റെ ക്യാരക്ടർ ശിവസുബ്രഹ്മണ്യ ഹരിരാമചന്ദ്രൻ എന്ന ക്യാരക്ടർ മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു രസകരമായ ഒരു ക്യാരക്ടറാണ്. പൊതുവെ ഒരു ആംഗ്രി യങ് മാൻ ഇമേജുള്ള സുകുമാരൻ അക്കാലത്ത് ഇത്തരത്തിലുള്ള റോൾ ചെയ്തത് പ്രേക്ഷകർക്ക് വലിയൊരു അത്ഭുതമാണ് ഉളവാക്കിയത്. ഈ സിനിമയിൽ മറ്റു താരങ്ങൾ നിത്യ, ജഗദീഷ് ശ്രീകുമാർ, ബഹദൂർ, സത്താർ, ശങ്കരാടി തുടങ്ങിയവരാണ്. സത്യൻ അന്തിക്കാട് സിനിമകളുടെ ഒരു പ്രത്യേകത കൺട്രോൾഡ് ബഡ്ജറ്റാണ്. അതുകൊണ്ട് തന്നെ കുറുക്കൻ്റെ കല്യാണത്തിന് നല്ല രീതിയിലൊരു ലാഭം നേടിയെടുക്കാൻ സാധിച്ചു. ഈ സിനിമയിലാണ് സത്യൻ അന്തിക്കാട് മോഹൻലാൽ ആദ്യമായി ഒന്നിക്കുന്നത്. മോഹൻലാൽ ഒരു ചെറിയ റോളിൽ വന്നുപോയ ഒരു സിനിമയാണ് കുറുക്കൻ്റെ കല്യാണം. നമ്മുടെ ഈ ലിസ്റ്റിൽ അടുത്തതായി അപ്പുണ്ണി. 1984 മാർച്ച് 17 റിലീസായത് VKNൻ്റെ അപ്പുണ്ണി. മേനക, നെടുമുടി വേണു, ഭരത് ഗോപി, മോഹൻലാൽ, കുതിരോട്ടം പപ്പു, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ബഹദൂർ, ശങ്കരാടി തുടങ്ങിയവർ അഭിനയിച്ച അപ്പുണ്ണിക്ക് അക്കാലത്ത് മികച്ച പ്രേക്ഷകപ്രീതി നേടിയെടുക്കാൻ സാധിച്ചു. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ബഡ്ജറ്റിലുള്ള കൺട്രോൾ കാരണം അപ്പുണ്ണി എന്ന സിനിമയ്ക്ക് നല്ല രീതിയിൽ ലാഭം നേടിയെടുക്കാൻ സാധിച്ചു. സത്യൻ അന്തിക്കാടിനെ അങ്ങനെ രണ്ടാമത്തെ സിനിമയും ഒരു പോസിറ്റീവ് സൈഡിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അടുത്ത റിലീസ് ഏതാണെന്ന് നോക്കാം. 1984 മെയ് 4 റിലീസായത് കളിയിൽ അല്പം കാര്യം. മോഹൻലാൽ, റഹ്മാൻ, ബഹദൂർ, ജഗദീഷ് ശ്രീകുമാർ, ഉമ്മർ, നെടുമുടി വേണു തുടങ്ങിയവർ അഭിനയിച്ച ഈ സിനിമയിൽ നായികയെ വന്നത് നീലിമ. ഈ സിനിമയ്ക്കും പ്രേക്ഷക പ്രീതി നേടിയെടുക്കാൻ അക്കാലത്ത് സാധിച്ചു. റഹ്മാൻ്റെ സാന്നിധ്യം ഈ സിനിമയ്ക്ക് വലിയൊരു പ്ലസ് പോയിൻ്റ് ആയിരുന്നു. മോഹൻലാൽ റഹ്മാൻ കൂട്ടുകെട്ടിൻ്റെ പല വിജയ സിനിമകളിലൊന്നാണ് കളിയിൽ അല്പം കാര്യം. സത്യൻ അന്തിക്കാടിന് ഈ സിനിമയും കൺട്രോൾഡ് ബഡ്ജറ്റ് കാരണം ഒരു വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചു. അടുത്തതായി 1984 മറ്റൊരു റിലീസ് നവംബർ 23 മോഹൻലാൽ, റഹ്മാൻ, ലിസി, തിലകൻ, അഹല്യ, അശോകൻ, ഭരത് ഗോപി, കരമന ജനാർദ്ദനൻ നായർ, KPC ലളിത, ബഹദൂർ തുടങ്ങിയവർ അഭിനയിച്ച അടുത്തടുത്ത്. സത്യൻ അന്തിക്കാട് മോഹൻലാൽ ഒന്നിച്ച ഈ സിനിമയിൽ റഹ്മാനും ഉണ്ടായ ഈ സിനിമ പക്ഷേ പ്രേക്ഷകപ്രീതിയിൽ വലിയ രീതിയിൽ അടുത്ത് വരാൻ സാധിച്ചില്ല. സിനിമയ്ക്ക് ശരാശരിയിലും താഴെ ഒരു കളക്ഷനിൽ ഒതുങ്ങേണ്ടതായിട്ട് വന്നു. അടുത്ത നമ്മുടെ ലിസ്റ്റിൽ 1985 സെപ്റ്റംബർ 27 റിലീസ് അധ്യായം 1 മുതൽ. ജോൺ പോളിൻ്റെ രചന, സത്യൻ അന്തിക്കാടിൻ്റെ സംവിധാനം. മാധവി, സോമൻ, ബാലങ്കെ നായർ, വേണുനാഗവള്ളി, ജോണി, ശുഭ, രോഹിണി തുടങ്ങിയവർ അഭിനയിച്ച ഈ സത്യൻ അന്തിക്കാട് മോഹൻലാൽ ചിത്രം അക്കാലത്ത് മികച്ച സിനിമ എന്നൊരു പേര് നേടിയെടുത്തെങ്കിൽ തന്നെയും സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ ഒരു വിജയമായി മാറാൻ സാധിച്ചില്ല. നമ്മുടെ ലിസ്റ്റിൽ ഇനി അടുത്തതായി 1986 ജനുവരി 3 റിലീസായ പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ. ഒരു കോമിക് ഫാൻറ്റസി സിനിമയായ പപ്പൻ പ്രിയപ്പെട്ട പപ്പനിൽ മോഹൻലാൽ, റഹ്മാൻ, തിലകൻ തുടങ്ങിയവരാണ് പ്രധാന റോളിൽ അഭിനയിച്ചത്. സിദ്ദിഖ് ലാൽമാരുടെ കഥയാണ്. ഒരു വ്യത്യസ്ത സമീപനമായിരുന്നു സത്യൻ അന്തിക്കാട് സിനിമയ്ക്കായി കാഴ്ചവെച്ചത്. സത്യൻ അന്തിക്കാടിൽ നിന്ന് ഇത്തരത്തിലൊരു ഫാൻറ്റസി സിനിമ പ്രേക്ഷകർ പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു എൻജോയബിൾ കോമഡി ആയെങ്കിലും സിനിമയ്ക്കൊരു ഹിറ്റ് സ്റ്റാറ്റസിലേക്ക് പോകാൻ സാധിച്ചില്ല. വലിയ പ്രതീക്ഷയായിട്ട് 86 തുടക്കത്തിൽ റിലീസായ സിനിമയ്ക്ക് ഒരു പരാജയമായി ഭവിക്കാനായിരുന്നു വിധി. 1986 മാർച്ച് 6 രേവതിക്കൊരു പാവക്കുട്ടി. മോഹൻലാൽ, സത്യൻ അന്തിക്കാട് വീണ്ടും ഒന്നിച്ച സിനിമയാണ്. സിയാദ് കോക്കറിൻ്റെ നിർമ്മാണം, ജോൺ പോളിൻ്റെ രചന. ഭരത് ഗോപി, രാധ, മേനക, ലിസി, സുകുമാരി, ഇന്നസെൻറ്റ്, ജഗതി, മാള തുടങ്ങിയവർ അഭിനയിച്ച ഈ സിനിമ കുടുംബ സിനിമ എന്ന ഒരു അഭിപ്രായം നേടിയെടുത്തെങ്കിലും ബോക്സ് ഓഫീസിൽ ഒരു പരാജയമായി മാറി. നമ്മുടെ ലിസ്റ്റിൽ അടുത്തതായി TP ബാലഗോപാലൻ MA. 86 മാർച്ച് 21 റിലീസ്. മോഹൻലാലിന് ആദ്യമായി മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്ത സിനിമ. ശോഭന, ശ്രീനിവാസൻ, രാജു, കുതിരോട്ടം പപ്പു, അങ്ങനെ വലിയൊരു താരനില. ബാലങ്കെ നായർ, വലിയൊരു താരനിലയുണ്ടായ സിനിമയാണ് TP ബാലഗോപാലൻ MA. മലയാള സിനിമയിലെ മറക്കാൻ സാധിക്കാത്ത ഒരു നായക കഥാപാത്രമാണ് മോഹൻലാൽ ഈ സിനിമയിലൂടെ മലയാളികൾക്ക് നൽകിയത്. അക്കാലത്ത് കുടുംബ പ്രേക്ഷകരുടെ പ്രിയ സിനിമകളിലൊന്നായി TP ബാലഗോപാലൻ മാറുകയും ഒരു വിജയ സിനിമയായി പരിണമിക്കുകയും ചെയ്തു. 1986 ജൂലൈ 4 മോഹൻലാലും സത്യൻ അന്തിക്കാടും ഒന്നിച്ച 4ാമത് റിലീസാണ് 86-ലെ
ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്. മോഹൻലാൽ, കാർത്തിക, സീമ, ശ്രീനിവാസൻ, അങ്ങനെ വലിയൊരു താരനിര. മലയാളികൾ ഇഷ്ടപ്പെടുന്ന ഒട്ടുമുക്ക താരങ്ങൾ ഈ സിനിമയിലുണ്ട്. അതോടൊപ്പം മെഗാസ്റ്റാർ മമ്മൂട്ടി വളരെ നിർണായകമായ ഒരു സ്പെഷ്യൽ അപ്പിയറൻസ് ഈ സിനിമയിൽ വരികയുണ്ടായി. ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റും പ്രേക്ഷക പ്രീതിയിൽ മുന്നിലെത്തി വലിയൊരു വിജയം നേടിയെടുക്കുകയും ചെയ്തു. നമ്മുടെ ലിസ്റ്റിൽ അടുത്തതായി 1986 ഒക്ടോബർ 31 സത്യൻ അന്തിക്കാട് മോഹൻലാൽ ടീമിൻ്റെ 5ാമത് റിലീസാണ് 86-ലെ സന്മനസ്സുള്ളവർക്ക് സമാധാനം. മികച്ച നടനുള്ള ഫിലിംഫെയർ അവാർഡ് മോഹൻലാലിന് നേടിക്കൊടുത്ത സിനിമയാണ് സന്മനസ്സുള്ളവർക്ക് സമാധാനം. മോഹൻലാൽ, ശ്രീനിവാസൻ, കാർത്തിക, തിലകൻ, യദുകൃഷ്ണൻ, അങ്ങനെ വലിയൊരു താരനിര ഈ സിനിമയിലുണ്ട്. മലയാളികൾ എപ്പോഴും ഇഷ്ടപ്പെടുന്ന 3 ക്ലാസിക് സിനിമകളാണ് 86-ൽ മോഹൻലാൽ, സത്യൻ അന്തിക്കാട്, ശ്രീനിവാസൻ ടീം ചെയ്തത്. ദീപിക, ബാലഗോപാലൻ, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, സന്മനസ്സുള്ളവർക്ക് സമാധാനം. സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന ഈ സിനിമയും ബോക്സ് ഓഫീസിൽ വലിയൊരു വിജയം നേടിയെടുത്തു. അടുത്ത നമ്മൾ 1987 നവംബർ 6 വന്നിരിക്കുകയാണ്. നാടോടിക്കാറ്റ് മലയാള സിനിമയിൽ പുതിയ ഒരു ബോക്സ് ഓഫീസ് വിജയഗാഥ രചിച്ച ഒരു സിനിമയാണ് നാടോടിക്കാറ്റ്. കാസിനോയുടെ ബാനർ, അതായത് IV ശശി, സെഞ്ചുറി കൊച്ചുമോൻ, മമ്മൂട്ടി, മോഹൻലാൽ, സീമ ഇവരുടെ നിർമ്മാണ കമ്പനിയാണ്. മോഹൻലാലും ശ്രീനിവാസനും തകർത്തഭിനയിച്ച നാടോടിക്കാറ്റ് എന്ന സിനിമയ്ക്ക് ഇപ്പോഴും പ്രേക്ഷകരുടെ പ്രീതി വളരെ ഉയരത്തിലാണ്. അക്കാലത്ത് മലയാള പ്രേക്ഷകർ എല്ലാം കണ്ട ഒരു സിനിമയായി നാടോടിക്കാറ്റിനെ വിശേഷിപ്പിക്കാം. കുടുംബസമേതം തിയേറ്ററിൽ വന്ന് ആനന്ദിച്ച് ഉല്ലസിച്ച് തിയേറ്റർ വിട്ടു പോയ ഒരു കാഴ്ചയാണ് അക്കാലത്ത് നാടോടിക്കാറ്റ് പ്രേക്ഷകർ നൽകിയത്. അതുകൊണ്ട് തന്നെ നാടോടിക്കാറ്റ് എന്ന സിനിമ മലയാളത്തിലെ അക്കാലത്തെ ഒരു ഇൻഡസ്ട്രി ഹിറ്റായി മാറിയിരുന്നു. അടുത്ത 1988 ജൂലൈ 8 നാടോടിക്കാറ്റിൻ്റെ 2ാം ഭാഗമായി വന്ന സിനിമയാണ് പട്ടണപ്രവേശം. മോഹൻലാൽ, ശ്രീനിവാസൻ, പിന്നെ അനന്തൻ നമ്പ്യാരെ, തിലകനും, ഒപ്പം കരമന ജനാർദ്ദനൻ നായർ, മാമുക്കോയ, NL ബാലകൃഷ്ണൻ, അങ്ങനെ വലിയൊരു താരനിര. നാടോടിക്കാറ്റ് എന്ന സിനിമയുടെ മെഗാ വിജയം പട്ടണപ്രവേശത്ത് നേടിയെടുക്കാൻ സാധിച്ചില്ല എങ്കിൽ തന്നെയും നല്ലൊരു 2ാം ഭാഗം എന്ന നിലയിൽ പ്രേക്ഷകർ ആസ്വദിച്ചൊരു സിനിമയാണ് പട്ടണപ്രവേശം. പട്ടണപ്രവേശം എന്ന സിനിമയ്ക്ക് ഒരു ഹിറ്റ് സ്റ്റാറ്റസ് ലഭിച്ചു. അടുത്തതായി 1989 ജനുവരി 6 റിലീസായ സിനിമയാണ് ലാൽ അമേരിക്കയിൽ. ഈ സിനിമയുടെ ചിത്രീകരണ സമയത്തെ പേര് ചിക്കാഗോയിൽ ചീന്തിയ രക്തം എന്നായിരുന്നു. പെട്ടിക്കുള്ളിൽ ഇരുന്ന ഈ സിനിമ നമ്മൾ പറയാം പൊതുവെ പൊടി തട്ടിയെടുത്ത് റിലീസ് ചെയ്ത് മോഹൻലാലിൻ്റെ താരപതി ഉപയോഗിച്ചും നസീർ സാറിൻ്റെ സാന്നിധ്യം എല്ലാം ഉള്ളത് കാരണം വളരെ താമസിച്ച് റിലീസായ ഒരു സിനിമയാണ് ലാൽ അമേരിക്കയിൽ. ഈ സിനിമയിൽ പ്രേം നസീർ, മോഹൻലാൽ ഇവർക്കൊപ്പം ജഗദീഷ് ശ്രീകുമാർ, ഷാനവാസ്, കൊച്ചിൻ ഹനീഫ, ജോസ് പ്രകാശ്, സത്താർ, സരിത തുടങ്ങിയവരായിരുന്നു അഭിനയിച്ചത്. ഒരു പഴകിയ സിനിമയായതുകൊണ്ട് തന്നെ ഈ സിനിമ ബോക്സ് ഓഫീസിൽ ഒരു വലിയ ഒരു ദുരന്തമായി മാറി. 1989 ഏപ്രിൽ 7 സത്യൻ അന്തിക്കാട് മോഹൻലാൽ ടീമിൻ്റെ മറ്റൊരു സിനിമ രചന ശ്രീനിവാസൻ. വളരെ കാലിക പ്രസക്തിയുള്ളൊരു സിനിമയാണ് വരവേൽപ്പ്. അക്കാലത്ത് മികച്ച സിനിമ എന്നൊരു പേര് നേടിയെടുക്കാൻ സാധിച്ചു. മോഹൻലാൽ, ശ്രീനിവാസൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ജഗദീഷ്, മാമുക്കോയ, ഇന്നസെൻറ്റ്, രേവതി, തിലകൻ, അങ്ങനെ വലിയൊരു താരനിരയുണ്ടായിരുന്നു. ഈ സിനിമയ്ക്ക് പക്ഷേ നാടോടിക്കാറ്റിൻ്റെ ബ്ലോക്ക് ബസ്റ്റർ വിജയമോ പട്ടണപ്രവേശത്തിൻ്റെ ഒരു വിജയമോ നേടിയെടുക്കാൻ സാധിച്ചില്ല. വരവേൽപ്പ് നമുക്ക് മാക്സിമം പറയാൻ സാധിക്കുന്നത് ആവറേജ് ടു എബോവ് ആവറേജ് എന്ന ലെവലിലായിരുന്നു ഈ സിനിമ അക്കാലത്ത് ബോക്സ് ഓഫീസിൽ പ്രകടനം കാഴ്ചവെച്ചത്. അടുത്തത് മോഹൻലാലും സത്യൻ അന്തിക്കാടും ഒന്നിച്ച സിനിമ പിൻഗാമി എന്ന സിനിമയാണ് 1994. അതായത് വളരെ ഒരു സമയത്തിന് ശേഷമാണ് ഇവർ വീണ്ടും ഒന്നിക്കുന്നത്. രഘുനാഥ് പലേരിയുടെ രചന. പതിവ് സത്യൻ അന്തിക്കാട് മോഹൻലാൽ ചിത്രങ്ങളിൽ നിന്നും വേറിട്ട് ഒരു കുറ്റാന്വേഷണ സിനിമ അല്ലെങ്കിൽ ത്രില്ലർ സിനിമ എന്ന ശ്രേണിയിലാണ് ഈ സിനിമ വന്നത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് അക്കാലത്ത് ഈ സിനിമ രുചിച്ചില്ല എന്ന് പറഞ്ഞാൽ തെറ്റില്ല. ബോക്സ് ഓഫീസിൽ പിൻഗാമി ഒരു പരാജയമായി മാറി. ഇന്ന് ഓൺലൈൻ പ്രേക്ഷകരുടെയും സത്യൻ അന്തിക്കാട് മോഹൻലാൽ ഫാൻസിൻ്റെ ഒരു പ്രിയപ്പെട്ട സിനിമയായി പിൻഗാമി നിലനിൽക്കുന്നു. ഈ സിനിമയിൽ പ്രധാന വില്ലൻ റോൾ ചെയ്തത് പുനീത് ഇസാറാണ്. കൂടെ സുകുമാരൻ, ഇന്നസെൻറ്റ്, ശാന്തികൃഷ്ണ, ദേവൻ, വിന്ദുജ, ജഗദീഷ് ശ്രീകുമാർ, അങ്ങനെ വലിയൊരു താരനിരയുണ്ട്. അടുത്ത സിനിമ ഏതാണെന്ന് നോക്കാം. അത് 2006. ഇത് മറ്റൊരു വലിയൊരു കാലയളവ്. അതിനുശേഷമാണ് മോഹൻലാൽ സത്യൻ അന്തിക്കാട് വീണ്ടും ഒന്നിക്കുന്നത്. രസതന്ത്രം എന്ന സിനിമയ്ക്ക് വേണ്ടി ആൻ്റണി പെരുമ്പാവൂരിൻ്റെ നിർമ്മാണം. മോഹൻലാൽ, ഇന്നസെൻറ്റ്, മീര ജാസ്മിൻ, മാമുക്കോയ, വിജയരാഘവൻ, മുകേഷ്, സിദ്ദിഖ്, ഭരത് ഗോപി, KPC ലളിത തുടങ്ങിയ വലിയൊരു താരനിര. ഇളയരാജയുടെ സംഗീതം. അക്കാലത്ത് മലയാള പ്രേക്ഷകർക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സിനിമയെ രസതന്ത്രം മാറുകയും ബോക്സ് ഓഫീസിൽ വലിയൊരു വിജയം നേടിയെടുക്കുകയും ചെയ്തു. അടുത്തതായി ഇന്നത്തെ ചിന്താവിഷയം. 2008 സിനിമ റിലീസായത് ഏപ്രിൽ 12. മോഹൻലാൽ, മീര ജാസ്മിൻ. വളരെ കാലിക പ്രസക്തിയുള്ള ഒരു സബ്ജക്റ്റാണ് ഈ സിനിമ കൈകാര്യം ചെയ്തത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് മറക്കാൻ പറ്റാത്തൊരു സിനിമയായി ഇന്നത്തെ ചിന്താവിഷയം നിൽക്കുന്നു.
ഇതിന് മറ്റ് താരങ്ങൾ മുകേഷ്, ഇന്നസെൻ്റ്, അങ്ങനെ വലിയൊരു താരനിരയുണ്ട്. ഇന്നത്തെ ചിന്താവിഷയം ഒരു നല്ല വിജയം നേടി. അടുത്ത 2011 സെപ്റ്റംബർ 30 റിലീസ്. സത്യൻ അന്തിക്കാട്, ഇളയരാജ, മോഹൻലാൽ, ഷീല, കാർത്തിക് എന്ന് പറഞ്ഞ നടനുണ്ട്, മാസ്റ്റർ കാർത്തിക്, വളരെ മുഖ്യമായിട്ടൊരു റോൾ. പിന്നെ പത്മപ്രിയ. മലയാള സിനിമാ പ്രേക്ഷകർക്ക് വളരെ സോഫ്റ്റായിട്ട് അവർ ആസ്വദിക്കാൻ സാധിച്ച ഒരു സിനിമയെ സ്നേഹവീട് അക്കാലത്ത് മാറിയിരുന്നു. വലിയൊരു ആഡംബരമില്ലാത്തൊരു സിനിമ, പക്ഷേ അതിൻ്റെ ഒരു സിംപ്ലിസിറ്റി കാരണം കൊണ്ട് തന്നെയായിരിക്കണം സിനിമാ പ്രേക്ഷകർക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സിനിമ ഒരു വിജയ സിനിമയായി മാറി. ഓക്കെ, 2015 നമ്മൾ വന്നിരിക്കുകയാണ്. മാർച്ച് 27 റിലീസ്. എന്നും എപ്പോഴും. നടൻ രവീന്ദ്രൻ്റെ കഥയ്ക്ക് രഞ്ജൻ പ്രമോദിൻ്റെ തിരക്കഥ. മോഹൻലാൽ, മഞ്ജു വാര്യർ ടീമിൻ്റെ എന്നും എപ്പോഴും. ആശീർവാദ് സിനിമാസിന് വേണ്ടി ആൻ്റണി പെരുമ്പാവൂറാണ് സിനിമ നിർമ്മിച്ചത്. പക്ഷേ സിനിമയ്ക്ക് വലിയൊരു അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ചില്ല എന്നുള്ളത് സത്യമാണ്. എങ്കിൽ തന്നെയും ബോക്സ് ഓഫീസിൽ വലിയ ഭേദപ്പെട്ട അല്ലെങ്കിൽ വലിയ പരിക്കേൽക്കാതെ എന്നും എപ്പോഴും എന്ന സിനിമയ്ക്ക് നേടാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ അതും തെറ്റല്ല. നമ്മുടെ സ്ലൈഡ് ഷോയിൽ ഇത് 19 സിനിമകൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇതുവരെ നമ്മൾ ചെക്ക് ചെയ്തത് സത്യൻ അന്തിക്കാട് മോഹൻലാൽ കോമ്പിനേഷൻ. സത്യൻ അന്തിക്കാടും മോഹൻലാലും ഒന്നിച്ച സിനിമകളുടെ ലിസ്റ്റും ബോക്സ് ഓഫീസ് അവലോകനവും സ്റ്റാറ്റസുമാണ് നമ്മൾ ചെക്ക് ചെയ്തത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ പീപ്പിൾ. താങ്ക് യു.